ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിൻ്റെ ഒരു ഐതിഹ്യ കഥയിലേക്കാണ്. അപ്പോൾ കഥ നടക്കുന്നത് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുൻപാണ്. കൊല്ലവർഷം 400-ാം ആണ്ടിലാണ് കഥ നടക്കുന്നത്. അപ്പോൾ അന്ന് കണ്ണൂരാണ് കഥയുടെ ലൊക്കേഷൻ. കണ്ണൂരിൽ ഏഴുമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് കോട്ടയെ കെട്ടിയായിരുന്നു കോലത്തിരി രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. അവർക്ക് കേരളത്തിൽ തന്നെ അന്നുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരായാലും ബാക്കിയുള്ള രാജകുടുംബങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് പല നാനാ ജാതി മതസ്ഥരായ ആൾക്കാരുണ്ടായിരുന്നു. മുസ്ലിംസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസായിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ഈ ഹിന്ദുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ കോലത്തിരി രാജാവിൻ്റെ രാജകുടുംബത്തിലുള്ള 2 തമ്പുരാട്ടിമാർ കുളക്കടവിലേക്ക് കുളിക്കാനായിട്ട് പോവുകയാണ്. കുളിക്കാനായിട്ട് പോയപ്പോൾ അവർക്ക് വലിയ പ്രായമൊന്നും ആയിട്ടുള്ള ഒരു 20-25 വയസ്സിന് അത്ര പ്രായമേ ആയിട്ടുള്ളൂ. അവർ കുളിക്കാനായിട്ട് കുളക്കടവിലേക്ക് പോകുന്നു. അങ്ങനെ കുളക്കടവിലേക്ക് പോയിട്ട് അവർ വലിയ സ്വിമ്മിങ് എക്സസൈസൊക്കെ അവിടെ നടത്തുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വളരെയധികം ക്ഷീണിച്ച് അവർ കരയിലോട്ട് തിരിച്ച് കയറാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ കയറാൻ നോക്കുമ്പോൾ ഇളയ ആൾ ആദ്യമേ നീന്തി കരയിലെത്തി. പക്ഷേ മൂത്ത തമ്പുരാട്ടിക്ക് വളരെ സ്പീഡിൽ നീന്തി കരയിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങി നമുക്ക് നീന്താൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെയും കാലിൻ്റെയും പവർ പോയി നമ്മൾ ശ്വാസം മുട്ടി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൈകാലിട്ട് ഇളക്കി വിളിക്കുവാണ്. അപ്പോൾ ഈ അനിയത്തിയായ തമ്പുരാട്ടി ഇത് കാണുന്നു. പുള്ളിക്കാരി ആരെങ്കിലും രക്ഷിക്കണേ വരണേ എന്ന് പറഞ്ഞ് ഓടിക്കരയുന്നു. നോക്കിയപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട്, കുളത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മുസ്ലിം യുവാവ്, അദ്ദേഹം ഒരു തുണിയോ മറ്റു നനയ്ക്കാനോ പിന്നെ കുളിക്കാനോ ഒക്കെ വന്നതാണ്. അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹം ഉടനെ തന്നെ നീന്തി പിന്നെ ഈ തമ്പുരാട്ടിൽ അടുത്ത് വരികയും തമ്പുരാട്ടിയെ മുടിയോട് പിടിച്ച് വലിച്ച്, അങ്ങനെയാണ് സാധാരണ നമ്മൾ ഈ വെള്ളത്തിൽ വീണ ആൾക്കാർ രക്ഷപ്പെടുത്തുന്നത്, മുടിയിൽ നിന്ന് പിടിച്ച് വലിച്ച് കരയിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ കരയിലോട്ട് കൊണ്ടുവന്ന സമയത്ത് എണീറ്റ് നിൽക്കാം എന്നുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടും ഈ തമ്പുരാട്ടി കരയിലോട്ട് കയറുന്നില്ല. അപ്പോൾ ഈ യുവാവിന് മനസ്സിലായി അത് പുള്ളിക്കാരുടെ ഡ്രസ്സ് വെള്ളത്തിൽ പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ ഈ അരയിൽ കെട്ടുന്നൊരു മുണ്ടുണ്ട്, ഉടുത്തിരിക്കുന്നതല്ല, ഇറുക്കി ബലത്തിന് വേണ്ടി കെട്ടുന്നൊരു മുണ്ടുണ്ട്. ആ മുണ്ട് അഴിച്ച് ഈ തമ്പുരാട്ടിക്ക് കൊടുത്തു. പുള്ളിക്കാരി അത് കൊടുത്ത് കരയിലോട്ട് കയറി അനിയത്തിയിലെ കൂടെ നേരെ കൊട്ടാരത്തിലേക്ക് പോയി. ഈ യുവാവ് ആ പുള്ളിയുടെ കാര്യം നോക്കിപ്പോയി. അപ്പോൾ കൊട്ടാരത്തിലെത്തി കഴിഞ്ഞ ഈ തമ്പുരാട്ടി ഒരു വീടെത്തിക്കഴിഞ്ഞു. പുള്ളിക്കാരിയുടെ മുറി എത്തി. പക്ഷേ ഇനി ആ മുറിയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ചോദിച്ചു, എന്താണ് പുള്ളിക്കാരി ഈ മുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാത്തതെന്ന്. അപ്പോൾ ഉടനെ തന്നെ ഇത് ഇതിൻ്റെ പ്രമുഖന്മാരായ ആൾക്കാർ, രാജകുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു. അവരെല്ലാം വന്നു, എന്താണെന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ ആ തമ്പുരാട്ടി പറയുവാണ്, തനിക്ക് കോടിമുണ്ടായിട്ടാണ് ആ യുവാവ് ഒരു മുണ്ട് തന്നത്. അതുകൊണ്ട് ഇനി ആ യുവാവിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. അങ്ങനെ വിവാഹം കഴിച്ചവർക്ക് ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് ഞാൻ എൻ്റെ മുറി വിട്ട് ഇനി പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ വിവരം കേട്ടു കോലത്തിരി രാജാവ് കേട്ടു. അപ്പോൾ അതിനു മുമ്പ് കോലത്തിരി രാജാവ് ഈ രക്ഷപ്പെടുത്തിയ വിവരം തന്നെ പെട്ടെന്ന് അറിഞ്ഞു. ഈ യുവാവിനെ വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിന് വേണ്ട പാരിതോഷികങ്ങളും അനുമോദനങ്ങളും ഒക്കെ കൊടുത്താണ് രാജാവ് വിട്ടത്. അത് കഴിഞ്ഞാണ് ഈ തമ്പുരാട്ടി വീടിന് പിന്നെ മുറിക്കകത്ത് കയറി പുറത്തു വരുന്നില്ല എന്നുള്ള വിവരം അദ്ദേഹം അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഈ രാജഗുരുവും അതുപോലുള്ള പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതെന്താണ്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പൂജ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കുറേ പൂജയൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാമെന്ന് രാജാവ് സമ്മതിക്കുന്നു. പക്ഷെ അതെല്ലാം ചെയ്യുന്നു. തമ്പുരാട്ടിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും രാജാവ് തന്നെ പോയി, കൊല്ലത്തിൽ രാജാവ് തന്നെ പോയിട്ട് തമ്പുരാട്ടിയെ കാണുന്നു. തമ്പുരാട്ടിയിൽ പറയുന്നു, നമുക്ക് പിന്നെ വേറെ ഒരാളെ വിവാഹം കഴിക്കാം, അത് അദ്ദേഹം നിന്നെ ജലത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇൻറ്റൻഷനൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ അവിടെ തമ്പുരാട്ടി പറയുന്നില്ല, അത് പറ്റത്തില്ല, എൻ്റെ തീരുമാനം ശക്തമാണ്, ഞാൻ എടുത്ത തീരുമാനത്തിൽ മാത്രമേ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവസാനം രാജാവ് രക്ഷയില്ലാതെ അവിടുത്തെ പ്രമുഖന്മാരോട്ടൊക്കെ സംസാരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കുറച്ച് അകലെയായിട്ട് ഒരു വലിയ ഇല്ലവും ഒരു കൊട്ടാരം പോലത്തെ ഒരു ഇല്ലമൊക്കെ കെട്ടിയിട്ട് നമുക്ക് പാണിഗ്രഹണം നടത്തി കൊടുക്കാം, അവർ വിവാഹം കഴിച്ച് അവിടെ താമസിക്കട്ടെ എന്ന് പറയുന്നു. അവസാനം കോലത്തിരി രാജാവ് പിന്നെ തമ്പുരാട്ടിയെ ഈ യുവാവിന് വിവാഹം ചെയ്ത്
അങ്ങേക്ക് ഈ വേറൊരു കൊട്ടാരം പോലെയൊക്കെ ഒരു വലിയ ഇല്ലം പോലെയൊക്കെ പണിത് അങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് താമസം മാറ്റുന്നു. അങ്ങനെ കോലോത്തിരി രാജ്യത്തെ തമ്പുരാട്ടി അന്നോട്ട് അറക്കൽ ബീവിയായി മാറുന്നു. ആ പുതിയ പണിത കൊട്ടാരത്തിനുള്ള പേരായിരുന്നു അറക്കൽ കൊട്ടാരം. അപ്പോൾ അറക്കൽ കൊട്ടാരത്തിന് കൊട്ടാരത്തിൽ തമ്പുരാട്ടിയായിട്ട് പുള്ളിക്കാരി പോകുന്നു. അത് വളരെ എഫിഷ്യൻ്റായ ഒരു ലേഡിയായിരുന്നു അവർ. കാര്യം ഈ കൊട്ടാരം കെട്ടുന്നത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വലിയ വസ്തുവകകളും സ്വത്തുവകകളും എല്ലാം തന്നെയും ഈ തമ്പുരാട്ടിയുടേക്കും ആ യുവാവിനും കഴിയേണ്ട സ്വത്തുവകകളെല്ലാം തന്നെ ഈ കോലത്തിരി രാജാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സ്വത്തുവകകളെല്ലാം നോക്കി നടത്തിയിരുന്നത് ഈ അറക്കൽ തമ്പുരാട്ടി തന്നെയായിരുന്നു. പിന്നീട് അറക്കൽ തമ്പുരാട്ടി അറക്കൽ ബീവി എന്നറിയപ്പെടാൻ തുടങ്ങി. വളരെയധികം നല്ല റിലേഷൻഷിപ്പായിരുന്നു അറക്കൽ കുടുംബത്തിനും കോലോത്തിരി രാജ്യത്തെ രാജാക്കന്മാർക്കും. അവർ ഈ തിരുവിതാംകൂർ രാജ കുടുംബത്തിൽ നിന്നും വരുന്നവരായാൽ പോലും വളരെയധികം നല്ല റിലേഷൻഷിപ്പ് അവർ ഈ അറക്കൽ കുടുംബവുമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഈ അറക്കൽ ബീവി എന്നറിയപ്പെടാൻ തുടങ്ങിയ അറക്കൽ കുടുംബം വളരെ ഫേമസ് ആയി. ഈ അറക്കൽ കുടുംബം പിന്നീട് കണ്ണൂർ കോട്ടയിലോട്ട് അവരുടെ താമസം മാറ്റി. കാര്യം കോലോത്തിരി രാജാവ് കുറേ നാളുകൾ കഴിഞ്ഞ്, ഏതാണ്ട് ഒരു 100-300 വർഷം കഴിഞ്ഞ്, ഓരോ ജനറേഷൻ കഴിഞ്ഞിട്ട് അവർ വളപട്ടണത്തോട്ട് മാറിയപ്പോൾ ആ കണ്ണൂർ കോട്ടയിലേക്ക് ഈ അറക്കൽ രാജാവും അന്നത്തെ അവിടുത്തെ കുടുംബാംഗങ്ങളും താമസം മാറ്റുകയുണ്ടായി. അതിന് ഈ കോലോത്തിരി രാജാവിന് ഒരു അരയൻകുളങ്ങര നായർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മന്ത്രി ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം മന്ത്രി തീരുമാനിക്കുന്നു, ഞാൻ മുസ്ലിം ആകാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ആകുന്നു. പക്ഷേ രാജാവിനെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ വിശ്വാസം എന്നുള്ള നിലയിൽ രാജാവ് അത് അങ്ങനെ വിടുന്നു. പക്ഷേ ഈ അരയൻകുളങ്ങര നായർ രാജാവിൻ്റെ മന്ത്രിസ്ഥാനത്ത് തന്നെ തുടരുന്നു. ആ അരയൻകുളങ്ങര നായർക്ക് പിന്നീട് ഉണ്ടായ മക്കളെ മമ്മാലിക്കിടാവുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മമ്മാലിക്കിടാവുകൾ കോലോത്തിരി രാജാവിൻ്റെ വളരെ അടുത്ത വളരെ ഈ എന്താ പറയുക പ്രസിഡൻഷ്യൽ വിങ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സൈനിക വൃന്ദത്തിലുള്ള ആൾക്കാരായിരുന്നു. അതിൽ ആ ജനറേഷനിലും പിന്നീട് വന്ന ആലി മൂസ എന്ന് പറയുന്ന ഒരാൾ, ഒരു സൈനികൻ, അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിത്തീരുന്നു, കോലോത്തിരി രാജാവിൻ്റെ സൈന്യാധിപനായിത്തീരുന്നു. ഈ ആലി മൂസ പിന്നീട് മാലിദ്വീപുകൾ പിടിച്ചടക്കുന്നു. അങ്ങനെ മാലിദ്വീപ് പിടിച്ചടക്കുമ്പോൾ രാജാവ് വലിയ പ്രദേശങ്ങളൊക്കെ ഈ കണ്ണൂരും അതിന് ചുറ്റുപാടുമുള്ള വലിയ പ്രദേശങ്ങളൊക്കെ ഈ ആലി മൂസയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നു. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഈ അറക്കൽ കുടുംബം അങ്ങനെയാണ് ഈ കണ്ണൂർ കോട്ടയിലേക്ക് വന്ന് താമസം ആക്കുന്നത്. അതിനും ഏറെ നാൾ കഴിഞ്ഞ് ആലി മൂസ ശരിക്കും ലക്ഷദ്വീപ് പിടിച്ചടക്കി. ലക്ഷദ്വീപ് പിടിച്ചടക്കിയതിന് ശേഷം കോലോത്തിരി രാജാവ് ലക്ഷദ്വീപ് അറക്കൽ കുടുംബത്തിന് കൊടുക്കുന്നു. അവരുടെ പാട്ടത്തിന് കൊടുക്കുന്നു. എത്ര പൈസ അവർ അവിടെ നിന്ന് കളക്ട് ചെയ്ത് അറക്കൽ കുടുംബത്തിന് ആവശ്യത്തിനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ വളരെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന രണ്ട് കുടുംബമായിരുന്നു കോലോത്തിരി കുടുംബവും അറക്കൽ കുടുംബവും. പിന്നെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അറക്കൽ കുടുംബം ഈ ലക്ഷദ്വീപും ബാക്കി അന്ന് പിടിച്ചെടുക്കുന്ന ഐലൻഡ് ഏരിയാസും എല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാട്ടം കൊടുക്കണമെന്ന വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാട്ടം ഒന്നും കൊടുക്കാതെ ആവുന്നു. പിന്നെ കോലോത്തിരി രാജാവ് നേരിട്ട് ഇടപെട്ട് അത് പാട്ടം കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു പാട്ട കരാറ് ഉണ്ടാക്കുന്നു. അങ്ങനെ അറക്കൽ ബീവിക്ക് എത്രയോ 18,000 പണമോ ഒന്നോ മറ്റോ ആണ് അന്ന് ഈ പാട്ട കരാറ് കൊടുക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ അവിഭാജ്യ ഘടകമായി മാറിയ ഒരാളാണ് അറക്കൽ ബീവി, അറക്കൽ കുടുംബവും കോലോത്തിരി കുടുംബവും എല്ലാം. കാര്യം ഈ ലക്ഷദ്വീപ് പിടിച്ചടക്കിയതിന് ശേഷമാണ് അവിടെ മലയാളികളായ ആൾക്കാർ പോകുന്നതും മലയാളം ഭാഷ വളരെ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നതും ഒക്കെ അതിന് ശേഷമാണ്. കേരളത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ലക്ഷദ്വീപ്. അപ്പോൾ അതിനൊക്കെ കാരണമായത് ഈ ആലി മൂസയും കോലോത്തിരി രാജാവും അറക്കൽ ബീവിയും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കഥയിൽ കണ്ണൂർ ഭാഗത്ത് നടന്ന കഥയാണ്, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വായിച്ച് ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ കഥ കേൾക്കുമ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ, വിട്ടുപോയ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വരുന്നതായിരിക്കും. ബൈ.